വർഗീയ പരാമർശ കേസിൽ പി.സി. ജോർജിന് ഹൈക്കോടതിയുടെ കടുത്ത വിമർശനം. മുൻ ജാമ്യ വ്യവസ്ഥ പി.സി. ജോർജ് ലംഘിച്ചുവെന്ന് ഹൈക്കോടതി. മുൻപും സമാനമായ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ട്. പരാമർശം ഗൌരവതരമാണ്. പ്രകോപനപരമായ പരാമർശമാണ് പി.സി. ജോർജ് നടത്തിയതെന്ന് പോലീസും കോടതിയെ അറിയിച്ചു. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് സി.എൻ. പ്രകാശ് ചേരുന്നു. പ്രകാശ്, എത്രത്തോളം രൂക്ഷമായുള്ളൊരു വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു? ഇതൊരു പരാമർശത്തിൽ മാത്രമായി ഒതുങ്ങുമോ? അപർണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലിം വിരുദ്ധ പരാമർശ കേസിലാണ് പി.സി. ജോർജിനെ രൂക്ഷമായ ഭാഷയിൽ ഹൈക്കോടതി വിമർശിച്ചിട്ടുള്ളത്. പി.സി. ജോർജ് മുൻകൂർ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം ഉണ്ടായിട്ടുള്ളത്. പി.സി. ജോർജ് മുൻപും സമാനമായിട്ടുള്ള കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. പി.സി. ജോർജിന്റെ പരാമർശം ഗൗരവമാണെന്നും ഹൈക്കോടതി പറഞ്ഞു. പി.സി. ജോർജ് ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവാണെന്ന് ഓർക്കണമെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. തനിക്ക് പറ്റിയത് അബദ്ധമാണെന്ന് പി.സി. ജോർജിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. പി.സി. ജോർജ് അബദ്ധങ്ങൾ ആവർത്തിക്കുകയാണെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. സമാനമായ 4 കുറ്റകൃത്യങ്ങൾ പി.സി. ജോർജിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും പോലീസ് പറഞ്ഞു. പ്രകോപനപരമായ പരാമർശമാണ് പി.സി. ജോർജ് നടത്തിയതെന്നും പോലീസ് ഹൈക്കോടതിയിൽ അറിയിച്ചു. വർഗീയ പരാമർശ കേസുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനം പി.സി. ജോർജിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. പ്രകോപനപരമായ പരാമർശം. പ്രകാശ്, ഒരിക്കൽ കൂടി മുൻ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്നുള്ളൊരു പരാമർശം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അത് എത്രത്തോളം ഗുരുതരമായിട്ട് കൂടിയാണ് കണക്കാക്കേണ്ടത്? തീർച്ചയായും ഗുരുതരമായിട്ടുള്ള പരാമർശമാണ് കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം ആകുന്നത് വരെ ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന അടക്കം ഉള്ള തടസ്സങ്ങൾ ഉണ്ടാകും സ്വാഭാവികമായും. ഒപ്പം തന്നെ പി.സി. ജോർജ് നേരിട്ട് ഹാജരാകേണ്ടി വരുമോ എന്ന കാര്യത്തിൽ പോലും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കാരണം അതിരൂക്ഷമായ ഭാഷയിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് പി.സി. ജോർജിനെതിരെ വിമർശനം ഉണ്ടായിട്ടുള്ളത്. കാരണം സമാന കുറ്റകൃത്യങ്ങൾ പി.സി. ജോർജ് ആവർത്തിക്കുന്നു എന്ന നിരീക്ഷണം കൂടി കോടതി നടത്തിയിട്ടുണ്ട്. അപർണ, രൂക്ഷമായിട്ടുള്ള വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് പി.സി. ജോർജ് നടത്തിയത് പ്രകോപനപരമായ പരാമർശം, മുൻ ജാമ്യ വ്യവസ്ഥ ലംഘിക്കുകയും ചെയ്തിരിക്കുന്നു പി.സി. ജോർജ് എന്ന് കോടതി. പുതിയ ഫാസ്ടാഗ് നിയമങ്ങൾ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും. നിയമങ്ങൾ ലംഘിക്കുന്നവരിൽ നിന്ന് ടോൾ നിരക്കിന്റെ ഇരട്ടി തുകയാകും ഈടാക്കുക. വാഹനങ്ങളിലെ ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇടപാട് നടത്താനാകില്ല. ബാലൻസ് ഇല്ലാതിരിക്കുക, KYC പൂർത്തിയാകാത്ത സാഹചര്യങ്ങൾ, ചേസിസ് നമ്പറും വാഹനത്തിന്റെ രജിസ്റ്റർ നമ്പറും തമ്മിൽ വ്യത്യാസമുണ്ടാവുക തുടങ്ങിയ ഘട്ടങ്ങളിൽ ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടാം. ടോൾ ബൂത്ത് എത്തുന്നതിന് 60 മിനിറ്റ് മുമ്പ് ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവസാന നിമിഷം റീചാർജ് ചെയ്യാൻ സാധിക്കില്ല. ഫാസ്ടാഗ് സ്കാൻ ചെയ്ത് 10 മിനിറ്റിന് ശേഷമാണ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഇടപാട് റദ്ദാക്കപ്പെടും. ടോൾ പ്ലാസ കടന്ന് 10 മിനിറ്റിന് ശേഷം റീചാർജ് ചെയ്താൽ ഈടാക്കിയ പിഴ ഒഴിവാക്കാവുന്നതാണ്. നിയമങ്ങൾ തെറ്റിച്ചാൽ 176 കോഡ് നേരിടേണ്ടി വന്നേക്കാമെന്നാണ് മുന്നറിയിപ്പ്. ഫാസ്ടാഗ് വഴിയുള്ള പണമടയ്ക്കൽ നിരസിക്കൽ അല്ലെങ്കിൽ തടയൽ എന്നാണ് 176 കോഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഫാസ്ടാഗ് സജീവമാണെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ഫാസ്ടാഗ് പോർട്ടൽ ഉപയോഗിച്ച് സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. ഔദ്യോഗിക പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ വിവരങ്ങൾ നൽകി സ്റ്റാറ്റസ് പരിശോധിക്കുക. നിങ്ങളുടെ ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ ഗതാഗത വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പന്നിയങ്കരയിലെ ടോൾ പിരിവിൽ പ്രദേശവാസികൾക്ക് താൽക്കാലിക ആശ്വാസം. പ്രദേശവാസികളിൽ നിന്നും ഇന്നു മുതൽ ടോൾ പിരിക്കില്ല. ശാശ്വത പരിഹാരത്തിനായി ഈ മാസം 28-ന് മുൻപ് കരാർ കമ്പനിയുമായി ചർച്ച നടത്തുമെന്ന് പി സുമോദ് MLA അറിയിച്ചു. 5 കിലോമീറ്റർ ചുറ്റളവിന് പുറത്തു നിന്നുള്ളവർക്ക് ഇന്നു മുതൽ പന്നിയങ്കരയിൽ ടോൾ നൽകണമെന്ന് കമ്പനി അറിയിച്ചിരുന്നു. ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് ഫെബ്രുവരി 28 വരെ ടോൾ പിരിക്കില്ലെന്ന് കമ്പനി അറിയിച്ചത്. തൃശൂർ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി റിജോ ആന്റണിയുമായി ബാങ്കിൽ തെളിവെടുപ്പ് തുടരുകയാണ്. കവർച്ച ചെയ്ത 12 ലക്ഷം രൂപ റിജോയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. റിജോ കടം വീട്ടിയ 2,90,000 രൂപ അന്നമനട സ്വദേശി പോലീസിനെ ഏൽപ്പിച്ചു.